നമസ്കാരം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിൽ എത്തി മണിക്കൂറുകൾക്കകം ഇറാനെ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണിയും ഇസ്രയേൽ ലെബനനിൽ ആക്രമണം തുടർന്നതും കാരണമായി ഉന്നയിച്ച് ഇറാൻ ഔദ്യോഗിക പ്രതിനിധികൾ സമാധാന ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് മടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാൻസ് സ്വിറ്റ്സർലൻഡിൽ ഇറാനുമായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ച അതേ സമയത്ത് തന്നെ ഫോൺ കോളുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ട്രംപ് ഇറാനെതിരെ അസഭ്യം നിറഞ്ഞ ഭാഷയിൽ ഭീഷണി മുഴക്കുകയായിരുന്നു. തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തമായാൽ ഇറാനിൽ വീണ്ടും ബോംബാക്രമണം പുനരാരംഭിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾ മധ്യസ്ഥരായി രംഗത്തുള്ളതിനാൽ സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ രാത്രി വൈകിയും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ ഡെയിലി മെയിലിനോട് വ്യക്തമാക്കി. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കുന്നതനുസരിച്ച് ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടെ വെറും 80 മിനിറ്റുകൾ മാത്രമാണ് ചർച്ച നീണ്ടുനിന്നത്. അതിനു പിന്നാലെ ഞായറാഴ്ച തന്നെ ടെഹ്റാൻ ഉദ്യോഗസ്ഥർ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസ്താവനകളെ തങ്ങൾ ഒട്ടും കണക്കിലെടുക്കുന്നില്ലെന്നും തങ്ങളുടെ സായുധ സേന ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും സജ്ജമാണെന്നും US പ്രസ്താവനകളിൽ ജാഗ്രത പാലിക്കണമെന്നും ഇറാന്റെ മുഖ്യ ചർച്ചക്കാരനായ മുഹമ്മദ് ഖാലിഫാഫ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അമേരിക്കക്കാർ എന്തു തന്നെ പറഞ്ഞാലും ഒടുവിൽ പ്രവർത്തിക്കുന്നത് തങ്ങളായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ ബുധനാഴ്ച ഒപ്പുവെച്ച ദുർബലമായ താൽക്കാലിക കരാറിന് തൊട്ടു പിന്നാലെയാണ് ഈ ചർച്ചകളുടെ വൻ തകർച്ച എന്നത് ശ്രദ്ധേയമാണ്. നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തെ തുറന്നു സംരക്ഷിക്കുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗത്തിനും സ്വീകാര്യമായ ഒരു വഴി കണ്ടെത്തുന്നതിനുമായി ഇരു രാജ്യങ്ങൾക്കും 60 ദിവസത്തെ സമയമാണ് ഈ കരാർ നൽകിയിരിക്കുന്നത്. ലബനനിലെ ഇസ്രായേലിന് നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുക എന്നത് കരാറിന്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ വ്യക്തമാക്കി ഇറാന്റെ പ്രധാന ആവശ്യമായിരുന്നെങ്കിലും കരാർ ഒപ്പിട്ട ദിവസങ്ങൾക്കകം ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ലബനനിൽ പോരാട്ടം അതിശക്തമായതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇതിന് കടുത്ത മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാന്റെ മിലിറ്ററി പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ലബനനിലെ സാഹചര്യം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതുവരെ സ്വിറ്റ്സർലൻഡിലെ ചർച്ചകളിൽ മറ്റു വിഷയങ്ങൾ സംസാരിക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം ഇറാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ബോംബ് എറിയുമെന്ന ട്രംപിന്റെ പുതിയ ഭീഷണി വരുന്നതിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകളിൽ ലബനനിലെ പോരാട്ടത്തിന്റെ തീവ്രത കുറച്ചു കാണിക്കാനാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചയിൽ ശ്രമിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ഇറാൻ എന്നൊരു രാജ്യം തന്നെ ഭൂമുഖത്തുണ്ടാകില്ലെന്നും സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാൻ പോലും സാധിക്കില്ലെന്നും താൻ ഇറാൻ ഉദ്യോഗസ്ഥരോട് കടുത്ത ഭാഷയിൽ പറഞ്ഞതായി ട്രംപ് ഫോക്സ് ന്യൂസിനോട് തുറന്നു പറയുകയായിരുന്നു. അവിടെ ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെട്ട് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും അവരെ ബോംബ് എറിഞ്ഞ് തകർക്കുമെന്നും ഒക്കെ ട്രംപ് ആവർത്തിച്ചു. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ലബനനിലെ തങ്ങളുടെ കൂലിപ്പടയാളികളെ ഇറാൻ ഉടൻ തടയണമെന്നും അല്ലാത്ത പക്ഷം കഴിഞ്ഞ ആഴ്ച ചെയ്തതിനേക്കാൾ ശക്തമായി ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് എഴുതിയിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപ് ഇറാന്റെ ആണവ പദ്ധതിക്കുള്ള അവകാശം രാജ്യം എന്ത് വില കൊടുത്തു നിലനിർത്തുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഊന്നി പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശത്തിൽ നിന്നും രാജ്യം ഒരടി പോലും പിന്നോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയപ്പോൾ പെസഷ്കിയാൻ വായ സൂക്ഷിക്കണമെന്നായിരുന്നു ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലൂടെ ട്രംപിന്റെ മറുപടി. എന്നാലും വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ ചർച്ച അപൂർണമായി നിർത്തപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇറാന്റെ പ്രതിനിധികൾ ചർച്ച പൂർണ്ണമാക്കാതെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്.